GT എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ആകസ്മികമായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ചാനലിൽ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് വിശ്വാസം. അപ്പോൾ ഇവിടെ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഹെഡിങ് കണ്ടു. അപ്പോൾ ഇന്നലെ ഞാനുമായിട്ട് സംസാരിച്ചൊരു കുട്ടി, ആ കുട്ടി 12th ശേഷം നല്ല മാർക്കോട് കൂടി പാസ്സായ കുട്ടിയാണ്. ഏകദേശം 95% ഇപ്പോൾ മാർക്കിൽ പാസ്സായ കുട്ടിയാണ്. അപ്പോൾ അവർ ഒരു വർഷം നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോച്ചിങ് സെൻറ്ററിൽ. ആ എക്സാമിനേഷൻ കഴിഞ്ഞു, പക്ഷേ നീറ്റിൽ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, നീറ്റ് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം എൻട്രൻസും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻട്രൻസിലെ റാങ്ക് കുറച്ച് കൂടുതലാണ്, കാരണം മാത്സിനെ കുറിച്ച് കൂടുതൽ പ്രിപ്പയർ ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആൾക്ക് എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്യാൻ ആയിട്ടാണ് ആൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥി നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. എന്നാൽ എൻട്രൻസിൻ്റെ മാത്സ് കൂടി പഠിച്ച് എഞ്ചിനീയറിംഗ് എൻട്രൻസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല റാങ്ക് കിട്ടാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഇനി എന്തിന് പോകും, എഞ്ചിനീയറിംഗിന് പോകുമ്പോൾ ഏത് കോഴ്സിന് പോകും എന്നുള്ളൊരു ലാപ്പോട് കൂടി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പോഴും ഒരു താല്പര്യം ഇല്ല. പക്ഷെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികൾ ഇന്ന് വളരെ AI ഒക്കെ ഉള്ള വലിയൊരു ലോകമാണ്. അപ്പോൾ വളരെയധികം ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പഴയ ഞങ്ങളുടെ കാലത്തൊക്കെ അപേക്ഷിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമെന്നുള്ളതാണ്, അതിനെക്കുറിച്ച് തീരുമാനമുണ്ടെന്നുള്ളതൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ. പക്ഷേ ഈ ധാരണകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഏത് കോഴ്സിനാണ് പോകേണ്ടതെന്നതിനെ കുറിച്ച്. എഞ്ചിനീയറിംഗ്, ഇങ്ങനെ എൻ്റെ കൂട്ടുകാരി പോകുന്നു, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പോകുന്നുണ്ട്. ഞാൻ ആ ജോലിനെ കുറിച്ച്, അതിൻ്റെ സ്വഭാവത്തിനെ കുറിച്ച് വെച്ചപ്പോഴൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷേ കുട്ടീനെ കൂടുതൽ കാര്യങ്ങൾ എന്ന പാരൻസിന് അറിയാം, പക്ഷേ പാരൻസ് കുട്ടിയുടെ ഇഷ്ടത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏത് കോഴ്സിന് ചേരണം, നിങ്ങൾ അഭിരുചിക്കണമെങ്കിൽ നിങ്ങളുടെ കഴിവ് എന്താണ്, നിങ്ങളുടെ സ്കിൽ എന്താണ്, നിങ്ങളുടെ കഴിവുകേടുകൾ എന്താണ്. എല്ലാ ജോലിക്കും അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്, അതിൻ്റെതായ പ്രഷറുമുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രഷർ സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് നല്ലൊരു ജോബ് ട്രെയിനിങ് കൂടെ നടക്കുന്നത്. ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ പോകുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും ശ്രദ്ധിക്കുക, അതിലുള്ള മെയിൻ ബ്രാഞ്ചുകൾ കമ്പ്യൂട്ടർ സയൻസ്, അതിനിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI, ഡാറ്റ അനലിറ്റിക്സ് എന്നൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസ് കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഇതാണ് കേരളത്തിൽ കാണുന്ന മെയിൻ ബ്രാഞ്ചുകൾ. ഇതിൻ്റെ ബൈഫർക്കേഷൻസ് ആയിട്ടുള്ള ബ്രാഞ്ചുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസിലേക്ക് AI, ഡാറ്റ അനലിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ EEE എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ ഇത്രയും കൂടി കമ്പൈൻ ചെയ്ത് മാത്രം. അപ്പോൾ നിങ്ങൾ ബേസ് ആയിട്ട് ഇവിടെ വരുന്നത് സിവിൽ, കമ്പ്യൂട്ടർ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഇതാണ് ബേസ് കോഴ്സുകൾ. അതുപോലെ മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്, മെക്കാനിക്കൽ, ബാക്കി എല്ലാം ഇതിൻ്റെ തന്നെ അപ്ഡേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ അഭിരുചിക്കണമെങ്കിൽ കോഴ്സുകൾ സെലക്ട് ചെയ്ത് പഠിക്കുക. കാരണം ഇനിയുള്ള കോഴ്സുകളുടെ സമയവും അതുപോലെ തന്നെ അതിന് വരുന്ന ധനവും ഒക്കെ വളരെ കൂടുതലായിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു വയസ്സായിട്ടുള്ള തീരുമാനം എടുക്കുക. അതുപോലെ നിങ്ങളൊരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ടാണ് ഈ കോഴ്സിന് പോകുന്ന ഒരു അവബോധത്തോടു കൂടി പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിരുചിക്കണമെങ്കിൽ കോഴ്സുകൾ സെലക്ട് ചെയ്തെടുക്കുക, ആ കരിയർ ബിൽഡ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒതുങ്ങുന്ന ഒരു കോഴ്സ് നിങ്ങളുടെ പാരൻസും നിങ്ങൾ ടീച്ചേഴ്സും അതിന് കൂടുതൽ അറിയാനായിട്ട് സാധിക്കുക. അതിൽ സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണെന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അഭിരുചിക്കണമെങ്കിൽ കോഴ്സ് സെലക്ട് ചെയ്യുക, നല്ല കരിയർ ബിൽഡ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം വളരെ സക്സസ്ഫുൾ ആക്കി മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. മറ്റു വീഡിയോ വീണ്ടും കാണാം. അതുവരെ സൈനിങ്.